എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് സദ്വാർത്ത. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യയിൽ എത്തി എന്നാണ്. ആ അധ്യായത്തിൽ ആ കുടുംബത്തിന് വലിയ സന്തോഷം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ പട്ടണത്തിൽ ആ ലാസറിന്റെ കുടുംബം ഒരു സംസാര വിഷയമാണ്. എന്നാൽ 11-ാം അധ്യായത്തിലും അവർ ഒരു സംസാര വിഷയമായിരുന്നു. എന്തായിരുന്നു അവരെക്കുറിച്ച് 11-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? യേശു ഒത്തിരി ഇഷ്ടപ്പെട്ട, യേശു ആയിട്ട് വലിയ ബന്ധമുള്ള ആ കുടുംബത്തിൽ ഒരു വേദനകൾ വന്നപ്പോൾ യേശു അവരെ കൈവിട്ടു എന്നാണ് അവരെക്കുറിച്ച് ലോകം പറഞ്ഞിരുന്നത്. അവരെ നിരാശയുടെ വക്കിലെത്തിക്കത്തക്ക വിധത്തിൽ വാക്ശരങ്ങളാൽ അവരെ വീഴ്ത്തുകയുണ്ടായി. എന്നാൽ യേശു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന്റെ അവസാനം, ആ 11-ാം അധ്യായത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക്, അല്ലെങ്കിൽ ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു അസാധാരണമായ ഒരു പ്രവൃത്തി അവിടെ ചെയ്തു. 2 സ്ത്രീകൾ നിരാശയുടെ വക്കിൽ നിൽക്കുമ്പോൾ യേശു അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്തു. അത് മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. കല്ലറയ്ക്കകത്തിരുന്ന നാറ്റം വെച്ച ലാസറിനെ, 4 ദിവസമായ ലാസറിനെ പുറത്തു കൊണ്ടുവരുന്നു. എത്ര അത്ഭുതകരമായ പ്രവൃത്തിയാണ്! ആ ലാസർ ഇപ്പോൾ വലിയ സംസാര വിഷയമാണ് ആ കുടുംബത്തെക്കുറിച്ച്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 12-ാം അധ്യായത്തിൽ തുടക്കത്തിൽ യേശുവിനോടൊപ്പം പന്തിയിലിരിക്കുന്ന ലാസറിനെയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വിവിധമായ പ്രതിസന്ധികളിൽ കൂടെ ആയിരിക്കാം ഈ പകൽക്കാലം കടന്നു പോകുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ വിധി എഴുതുന്നുണ്ടാകാം: എൻ്റെ ജീവിതം അസ്തമിച്ചു, ഇനിയും എനിക്കൊരു ഉയർച്ച ഉണ്ടാകുകയില്ല, ഇവിടം കൊണ്ട് ഞാൻ തീർന്നു പോയി, എൻ്റെ കുടുംബം തകർന്നുപോയി എന്നൊക്കെ താങ്കൾ കരുതുന്നുണ്ടാകാം. വിവിധമായ പ്രതിസന്ധികളിൽ കൂടെ, അസമാധാനങ്ങളിൽ കൂടെ ഒക്കെ താങ്കൾ കടന്നു പോകുന്നുണ്ടാകാം. താങ്കൾ പോകുന്ന വഴി എന്താണ് എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും താങ്കളെ രക്ഷിക്കുവാൻ, താങ്കൾക്കൊരു പുതിയ അധ്യായം തരുവാൻ യേശു മതിയായവനാണ്. ഇപ്പോഴായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അസാധാരണമായൊരു പ്രവൃത്തി താങ്കൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. യേശുക്രിസ്തു മതിയായവനാണ്. ആ യേശുക്രിസ്തു താങ്കളോട് പറയുന്നത് ഇങ്ങനെയാണ്. മാർത്തയോട് പറഞ്ഞത് പോലെ തന്നെ വിശ്വസിക്കുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം എന്ന് മാർത്തയോട് പറഞ്ഞു. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടു, അസാധാരണമായ പ്രവൃത്തി കണ്ടു. ഇന്ന് പകൽക്കാലം താങ്കൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഒരു അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ആ അത്ഭുതം ചെയ്യാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. താങ്കളുടെ ഏത് പരിതസ്ഥിതികളിൽ കൂടെ താങ്കൾ കടന്നുപോയാലും അതിൽ നിന്ന് താങ്കളെ പൊക്കിയെടുക്കുവാൻ, താങ്കൾക്ക് സന്തോഷം പകരാൻ, താങ്കളുടെ നിരാശകളെ മാറ്റുവാൻ, കണ്ണുനീരിനെ ഒപ്പിയെടുക്കുവാൻ, എല്ലാറ്റിലുമുപരി പാപം മോചിക്കുവാൻ, ശാപം നീക്കുവാൻ യേശു മതിയായവനാണ്. യേശുക്രിസ്തു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. താങ്കൾക്ക് ഒരു നിത്യജീവൻ തരുവാൻ യേശുക്രിസ്തു താങ്കളെ ക്ഷണിക്കുകയാണ്. ഈ ലോകത്തിന്റെ അനുഭവത്തിൽ നിന്ന് മാറി ഒരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു പുത്തൻ സുദിനത്തിലേക്ക്, ഒരു പുതിയ അധ്യായം താങ്കൾക്ക് നൽകി തരുവാൻ യേശു താങ്കളെ ക്ഷണിക്കുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു താങ്കളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ താങ്കളുടെ സഹോദരൻ പാസ്റ്റർ തോമസ് മാത്യു മാവേലിക്കര.